എന്റെ സ്വലാത്തിനോട് വിസമ്മതം കാണിച്ചവനാണ്. ഉമ്മമാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ഒരൊറ്റ സ്വലാത്തിനെയും എതിർക്കണ്ട, ഒരൊറ്റ സ്വലാത്ത് മജ്ലിസും കയ്യൊഴിക്കണ്ട. സ്വലാത്ത് മജ്ലിസ് കൊണ്ട് ഏറ്റവും അധികം സന്തോഷിക്കുന്നത് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഇമാം തൊബറാനി തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം, വെള്ളിയാഴ്ച രാവിലും തിങ്കളാഴ്ച രാവിലും ഏറ്റവും അധികം സ്വലാത്ത് ചൊല്ലുന്നവരെ എഴുതി വെക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പേപ്പർ എടുക്കാറുണ്ട്. തൊബറാനി ഇമാം തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, കൂടുതൽ കൂടുതൽ സ്വലാത്ത് ചെല്ലുന്നവരെ മുൻഗണന നൽകി എഴുതി വെക്കുന്നു. ആ പേരുകളൊക്കെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂക്ഷിച്ചു വെക്കുകയാണ്. എന്തിനാണെന്നറിയോ? കൂടുതൽ സ്വലാത്ത് ചൊല്ലിയ ഒരു വ്യക്തിയും ഖിയാമത്ത് നാളിന്റെ ഭയാനകതയിൽപ്പെട്ട് വിഷമിച്ചുകൂടാ. എനിക്ക് കൂടുതൽ സ്വലാത്ത് ചൊല്ലിയ ഒരാളും അങ്ങനെ ഒരു വിഷമത്തിൽ അകപ്പെട്ടുകൂടാ. അവരവിടെ കണ്ടിട്ടൊരു സഹായം കൊടുക്കണം, അവർക്കൊരു വലിയ പ്രൊട്ടക്ഷൻ കൊടുക്കണം, അവർക്കൊരു കൈത്താങ്ങായി ഞാൻ വർത്തിക്കണം. സ്വലാത്തിനോട് വിസമ്മതം കാണിച്ചവൻ എന്നെ കാണൂല. ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ ഏറ്റവും വിഷമം പിടിച്ചൊരു സന്ദർഭം ഉണ്ടായില്ലേ? അതെപ്പോഴാന്നറിയോ? തറാവീഹിന് ഇടയിലുള്ള സ്വലാത്തിനെ ഒരാൾ ചോദ്യം ചെയ്തപ്പോഴാണ്. ഇവിടെ തറാവീഹിനിടയിൽ സ്വലാത്തില്ലേ അല്ലേ? ഈ സ്വലാത്തിനെ ഒരാൾ ചോദ്യം ചെയ്തു. മർഖാദി തങ്ങൾക്ക് അന്ന് രാത്രി കിടന്നിട്ട് ഉറക്കം വന്നില്ല. മർഖാദി റളിയല്ലാഹുവിന്റെ ജീവിത ചരിത്രത്തിൽ കാണാം, ഉറക്കം വന്നില്ല, വല്ലാത്ത സങ്കടം. കാരണം സ്വലാത്തിനെ ഒരാൾ എതിർത്തു എന്നുള്ളത് കൊണ്ടുള്ള സങ്കടമാണ്. തറാവീഹിനിടയിൽ എന്തിനാണ് ഒരു സ്വലാത്ത് എന്ന് ചോദിച്ചു ഒരാൾ. തറാവീഹിനിടയിൽ എന്തിനൊരു സ്വലാത്ത്? സ്വലാത്ത് വെറുതെ ഇങ്ങനെ റാഹത്തിരിക്കാൻ വേണ്ടിയുള്ള ഒരു നിസ്കാരമല്ലേ? തറാവീഹ് എന്ന് പറഞ്ഞാൽ ഒരുപാട് തർവിഹത്തുകൾ, ഒരുപാട് വിശ്രമങ്ങൾ വരുന്ന നിസ്കാരമാണ്. ആ വിശ്രമങ്ങൾ പല രൂപത്തിലാണ് സ്വഹാബത്ത് നിർവഹിച്ചത്. മക്കയിലെ സ്വഹാബത്ത് വിശ്രമം എന്ന രൂപത്തിൽ തവാഫ് ചെയ്തു എന്ന ഹദീസിൽ കാണുന്നത്. തറാവീഹിനിടയിൽ തവാഫ്. അപ്പൊ വിശ്രമം എന്ന് പറഞ്ഞാൽ കിടന്നുറങ്ങാന്നല്ല, എന്തെങ്കിലും സുഹൃതങ്ങൾ ചെയ്യാനാണ്. മദീനക്കാരായ സ്വഹാബിമാര് സ്പെഷ്യലായിട്ട് 2 റക്അത്ത് നിസ്കരിക്കാറുണ്ട്. അങ്ങനെ തറാവീഹിന്റെ 36 ആയിട്ട് റിപ്പോർട്ട് ചെയ്ത് അങ്ങനെയാണ്. അല്ല, തറാവീഹ് 20 തന്നെയാണ്, 36 ഒന്നുമില്ല. അങ്ങനെ അവർ ഈ വിശ്രമത്തിന്റെ ഇടയിൽ ഒരുപാട് ആരാധനകൾ ചെയ്യാറുണ്ട്. നമ്മളെ നാട്ടിൽ പതിവനുസരിച്ച് ദിക്റ് ചൊല്ലും, സ്വലാത്ത് ചൊല്ലും. ഈ സ്വലാത്തിനെ എതിർത്തപ്പോ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു എന്തെന്നില്ലാത്ത സങ്കടം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, സ്വലാത്തിനെ എതിർത്ത വ്യക്തി ഈമാൻ കിട്ടാതെയാണ് ആൾ മരണപ്പെട്ടു പോയത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മളെപ്പോഴും കരുതേണ്ട ഒരു വിഷയം. കാരണം ആ സ്വലാത്തിന്റെ ബഹുമാനം പഠിപ്പിച്ചത് അള്ളാഹുവല്ലേ. അള്ളാഹുവല്ലേ ആ സ്വലാത്തിന്റെ ബഹുമാനം എന്നേക്കുമായി പഠിപ്പിച്ചത്. അതുകൊണ്ട് സ്വലാത്തിനോട് വിസമ്മതം കാണിക്കുന്നവൻ അവൻ എന്നെ കാണൂല എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുമ്പോ നമ്മൾ കൂടുതൽ ഗൗരവത്തോടെ ചിന്തിക്കണം. മാതാപിതാക്കളെ വെറുപ്പിച്ചവൻ എന്നെ കാണൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുമ്പോ ബാപ്പാന്റെയും ഉമ്മാന്റെയും പൊരുത്തത്തിന് വേണ്ടി ഒരടിമയെപ്പോലെ അനുസരിക്കാനും ഒരു സ്വന്തം ശരീരത്തിന്റെ ഖൽബിനെ പോലെ അവരെ സ്നേഹിക്കാനും അവർക്ക് ഒത്താശ ചെയ്യാനും അവർക്ക് വേണ്ടിയുള്ള ഖിദ്മകളൊക്കെ ചെയ്യാനും നാവിൽ നിന്നൊരു നിലക്കും മണം വിടാത്ത പ്രാർത്ഥന പ്രാർത്ഥിക്കാനും എന്നും കടപ്പെട്ടവരാണ് നമ്മൾ. ആ പ്രാർത്ഥന ഒരു കാലത്തും ഒഴിഞ്ഞു പോകാൻ പറ്റൂല, ആർക്കും അത് തിരിയാതിരിക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് അല്ലാഹു തആല തന്നെ പ്രാർത്ഥന പഠിപ്പിച്ചത്. ആർക്കും തിരിയാതെ പോകണ്ട. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറ. ഏത് ആണിനും ഏത് പെണ്ണിനും അതങ്ങ് പഠിക്കാൻ വേണ്ടി അല്ലാഹു തആല തന്നെ ഡയറക്റ്റായി പഠിപ്പിച്ച ദുആയാണ്. അപ്പൊ ആ ദുആഇന്റെ വലുപ്പം, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറ എന്നുള്ള ദുആഇനെ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു വിവക്ഷിച്ചത് ആ ദുആയിൽ ഒന്നും അടങ്ങാത്തതില്ല. എല്ലാം പെട്ടിട്ടുണ്ട്, എല്ലാ ബഹുമാനങ്ങളും ആ ദുആയിൽ പെട്ടിട്ടുണ്ട്, എല്ലാ വലിയ ചോദ്യവും ആ ദുആയിൽ പെട്ടിട്ടുണ്ട്, എല്ലാ കേണപേക്ഷയും ആ ദുആയിൽ പെട്ടിട്ടുണ്ട്, സ്വീകാര്യതയുടെ തലങ്ങളൊക്കെ ആ ദുആയിൽ യോജിച്ചിട്ടുണ്ട്, ആത്മാർത്ഥതയുടെ മുഴുവൻ അംശങ്ങളും ആ ദുആയിൽ ചാലിച്ചിട്ടുണ്ട്. ആ
ആ പ്രാർത്ഥന നിർവഹിക്കുന്നതും വലിയൊരു കടമയാണ്, കടപ്പാടാണ്. അതേ രൂപത്തിൽ നമ്മൾ നിർവഹിച്ചുകൊണ്ട് ഈമാനിന് ഏറ്റവും പരീക്ഷണം നേരിടുന്ന പരലോകത്ത് ഈമാൻ സലാമത്തായി വിജയിക്കുന്നവരിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. റബ്ബിന്റെ വക്കലാണല്ലോ എല്ലാ നിയന്ത്രണങ്ങളും ഉള്ളത്. രോഗഗ്രസ്തനായി കിടക്കുന്ന ഒരാള് മരിക്കുകയാണെങ്കിലും അല്ലാഹുവുമായി നല്ല ഭാവനയിലായി മരിക്കണം. അതാണ് ഈമാനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തലം. യൗവനത്തിൽ അല്ലാഹു എനിക്ക് രോഗം തന്നാൽ ഞാൻ അല്ലാഹു തന്ന രോഗമാണെന്ന വിശ്വാസം വേണം. ആ രോഗത്തിന്റെ ശമനത്തിന് വേണ്ടിയുള്ള മാധ്യമങ്ങൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ സ്വീകരിക്കണം. ഒരിക്കലും നിരാശയുടെ മനസ്സ് വരരുത്. നിരാശയുടെ മനസ്സ് സത്യനിഷേധത്തിന്റെ ഒരു ഭാഗമാണ്. ഇന്നഹു ലാ യയഅസു മിർ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. സത്യനിഷേധികൾക്കല്ലാതെ പൂർണ്ണ നിരാശ സംഭവിക്കുകയില്ല. അപ്പൊ ഈമാൻ തിളക്കമാർന്ന ഈമാനാകുന്നത് അതിന് കമാലിയത്ത് വരുമ്പോഴാണ്. രണ്ട് വിഷയങ്ങൾ അവിടെ ഞാൻ സൂചിപ്പിച്ച് തൊട്ടടുത്ത സിഫത്തിലേക്ക് ഞാൻ നീങ്ങട്ടെ. ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശ്വാസരംഗത്ത് ആദ്യം പ്രലോഭനമാണ് തങ്ങൾക്ക് എതിരായി വന്നത്. ഏറ്റവും വലിയ സമ്പന്നനായ വലീദും മറ്റൊരു സമ്പന്നനായ ഉമയ്യത്തും അതുപോലെ വേറെ സമ്പന്നന്മാര് പലരും വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരുസവിധത്തിലിരുന്ന് നിങ്ങൾക്ക് ഇവിടെ രാജകീയമായ പദവി വേണമെങ്കിൽ വെച്ചു തരാം, ഈ മക്ക മരുഭൂമിയിൽ ഇഷ്ടം പോലെ ഭൂസ്വത്ത് വേണമെങ്കിൽ അത് തരാം, അതല്ല നല്ല സ്റ്റാറ്റസ് ഉള്ള കുടുംബത്തിൽ ജീവിക്കാൻ കൊട്ടാരം വേണമെങ്കിൽ അത് തരാം, ഏറ്റവും സൗന്ദര്യവതിയായ ഒരു പെണ്ണിനെ മംഗല്യം ചാർത്തിത്തരണമെങ്കിൽ അങ്ങനെ തരാം. ഒരൊറ്റ കാര്യമേ നിങ്ങളിൽ നിന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നുള്ളൂ, ഈ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ദൗത്യത്തിൽ നിന്നൊന്ന് പിറകോട്ട് പോകണം, അതൊന്ന് സ്വകാര്യമായി നിങ്ങളെ ഹൃത്തടത്തിൽ സൂക്ഷിച്ചു വെക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറഞ്ഞു, നിങ്ങളാ പറയുന്ന ഉദ്യാനങ്ങൾ, നിങ്ങളാ പറയുന്ന സമ്പൽ സമൃദ്ധിയും രാജകീയമായ പദവിയും അതുപോലെ ജീവിക്കാൻ ഒത്തൊരുങ്ങിയ ഒരു മണവാട്ടിയും ഒന്നും എനിക്ക് വേണ്ട. ഞാൻ അല്ലാഹു എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിക്കുകയാണ്. നിങ്ങൾ പലതും പറയും എന്ന് അല്ലാഹു എന്നോട് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അതൊക്കെ നെവർ മൈൻഡ് ആക്കി കളയാനാണ് റബ്ബെന്നോട് നിർദ്ദേശിച്ചത്. ഫസ്ദഉ ബിമാ തുഅ്മറു വഅരിൽ അനിൽ മുശ്രിക്കീൻ. 3 കൊല്ലത്തെ രഹസ്യ പ്രബോധനം കഴിഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ ആജ്ഞ വന്നു, ഫസ്ദഉ ബിമാ തുഅ്മർ. കൽപ്പിക്കപ്പെട്ടത് തങ്ങൾ പരസ്യമാക്കണം. എല്ലാ സഭകളിലേക്കും ചെന്ന് തങ്ങൾ അത് പറയണം. ആളുകൾ ഒത്തൊരുമിച്ചു കൂടുന്നിടത്ത് തങ്ങൾ അവരോട് ഹൃദ്യമായി ഉപദേശിക്കണം. ഇത് പറയുമ്പോൾ വിലങ്ങ് തടിയായി മുശ്രിക്കുകൾ വരും, അവർ പലതും വെച്ച് നീട്ടും. തങ്ങൾ തിരിഞ്ഞു കളഞ്ഞേക്കണം, തങ്ങളത് മൈൻഡ് ചെയ്യരുത്. അനിൽ മുശ്രിക്കീൻ. അതേ സത്യനിഷേധികൾ വന്ന് പിന്തിരിപ്പിക്കുമ്പോൾ തങ്ങൾ കൂട്ടുനിന്നു കൊടുക്കരുത്. പിന്നെ തങ്ങൾക്ക് അസഹ്യമായി വരുന്നൊരു വിഷയം ഉണ്ട്, അത് പരിഹസിക്കുന്ന ആളുകളുടെ ശല്യമാണ്. ഇന്നാ കഫൈനാക്കൽ മുസ്തഹ്സിഈൻ. പരിഹസിക്കുന്നവർക്ക് കൊടുക്കേണ്ടത് നാം കൊടുക്കും നബിയെ, അവർക്ക് മതിയാക്കേണ്ടത് നാം മതിയാക്കി കൊടുക്കും. തങ്ങളെ കൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ഒരുപക്ഷെ അവർ ദൂരത്തു നിന്നും അടുത്തു നിന്നും പരിഹസിച്ചേക്കും, തങ്ങളത് വിഷയമാക്കേണ്ടതില്ല. സ്വന്തം ആദ്യമായി ഇങ്ങനെ ഒരു വിഷയം പ്രലോഭനത്തിന്റെ ശൈലിയിൽ പറഞ്ഞ് അത് സ്വീകരിക്കാതിരുന്നപ്പോ പിന്നെയാണ് വലീദും ഉമയ്യത്തും അബൂജഹലും അടങ്ങുന്ന വലിയൊരു സംഘം അവരുടെ കൂട്ടത്തിലെ കാരണവരായ അബൂ ത്വാലിബിനെ സമീപിച്ചു പറഞ്ഞത്, ഒന്നുകിൽ
നിങ്ങളുടെ സഹോദരപുത്രനോട് ഈ വിശ്വാസരംഗം സുതാര്യമാക്കി കൊണ്ടുപോകാൻ പറയണം. അല്ലെങ്കിലോ ഞങ്ങൾക്ക് സ്വതന്ത്രമായി വിട്ടു തന്നേക്കണം, ഞങ്ങൾ കൈകാര്യം ചെയ്യാൻ റെഡിയാണ്. നിങ്ങളൊരു കുടുംബത്തിലെ കാരണവരായതുകൊണ്ട്, സഹോദരപുത്രനെ നന്നായി നോക്കി വളർത്തുന്ന ആളായതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാതിരിക്കാൻ കഴിയാത്തത് കൊണ്ട് പറയുകയാണ്. അവര് വന്ന് ഒരുപാട് ഇങ്ങനെ പറഞ്ഞപ്പോ അബൂ ത്വാലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വകാര്യമായി വിളിച്ചിട്ട് പറഞ്ഞു, ഈ കൂട്ടം ആളുകളൊക്കെ വന്ന് ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വിശ്വാസമൊക്കെ നിങ്ങളുടേത് ശരിയാണ്, പക്ഷെ അത് സ്വകാര്യമാക്കി വെച്ചാൽ മതി, പരസ്യമാക്കേണ്ടതില്ല. സ്വകാര്യമാക്കി വെച്ചാൽ മതി, എന്നാൽ നല്ല രൂപത്തിൽ ഇവിടെ ഇങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോകാം എന്ന വിഷയമാണ് അബൂ ത്വാലിബും പറയുന്നത്. അബൂ ത്വാലിബ് സ്വന്തം ഉപ്പയെ പോലെ പോറ്റി വളർത്തിയ, ദീർഘകാല സംരക്ഷണം നൽകിയ ഉപ്പയുടെ സഹോദരനാണ്, ജ്യേഷ്ഠ സഹോദരനാണ്. ആ നിലക്ക് വലിയ ഒരു കടപ്പാട് അബൂ ത്വാലിബിനോടുണ്ടെങ്കിലും വിശ്വാസ രംഗത്തല്ലേ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണമെന്ന് പറയുന്നത്. തങ്ങൾ പറഞ്ഞു, അതിന് ഞാനില്ല. അവരെന്റെ വലത്തെ കയ്യിൽ സൂര്യനെയും ഇടത്തെ കയ്യിൽ ചന്ദ്രനെയും മുന്നിൽ സർവ ഗാലക്സികളെയും സ്ഥാപിച്ചു തന്നാൽ പോലും അവർക്കതിന് സാധിക്കൂല. അങ്ങനെ ഒരു വലിയ വിഷയത്തിന്റെ കഴിവിന്റെ ഉടമകളായാൽ പോലും ഈ വിഷയത്തിൽ നിന്ന് ഞാൻ പിറകോട്ടൊരു നിലക്കും പിന്തിരിയൂല. അല്ല, എന്റെ ഉപ്പാന്റെ സഹോദരൻ എന്ന അർത്ഥത്തിൽ നിങ്ങൾക്ക് വിഷമമുണ്ടെങ്കിൽ നിങ്ങളത് സ്വീകരിക്കേണ്ടതില്ല എന്നേ എനിക്ക് പറയാവൂ. ഈ വിഷയത്തിൽ നിന്ന് നിങ്ങൾ എന്നെ പിന്തിരിപ്പിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസ രംഗത്ത് ആർജവത്വത്തോടെ ജവാബ് പറഞ്ഞപ്പോ അബൂ ത്വാലിബ് രണ്ടാമതും വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, വേണ്ടതുപോലെ പ്രബോധനം ചെയ്തോളൂ, ഒരാളും നിങ്ങളെ ശല്യം ചെയ്യാൻ വരികയില്ല. വല്ലാഹി ലൻ യസിലു ഇലൈക ബിഅസ്രിഹിം ഹത്താ ഉവസ്സദ ഫിത്തുറാബി ദഫീനാ. എന്റെ തല മണ്ണിൽ വെക്കുന്നത് വരെ ഒരാളും നിങ്ങളെ തൊടാൻ വരൂല. ഞാൻ നിങ്ങൾക്ക് സർവ്വ സംരക്ഷണവും തന്നു. അബൂ ത്വാലിബ് ഇത് പറയാനുള്ള കാരണം, ഈ മറുപടിയൊക്കെ കേട്ടിട്ട് എന്നേക്കുമായി തന്നോടൊരു പിണക്കമാകുമോ എന്ന് കരുതിയിട്ട് രണ്ടാമതും വിളിച്ചിട്ട് സർവ്വ പ്രൊട്ടക്ഷനും നൽകിയിട്ട് പറഞ്ഞേക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ടവസ്ഥയിലാണ് ഇവിടെ വിശ്വാസ രംഗത്ത് തങ്ങൾക്ക് മുന്നിൽ വൈതരണികൾ വരുന്നത്. പക്ഷേ അപ്പോഴും ആർജവത്വത്തോടെ തങ്ങൾ മുന്നോട്ട് നീങ്ങി. വിശ്വാസം ഒരാൾക്കും വേണ്ടി ബലികഴിച്ചിട്ടില്ല. ഇതുകൊണ്ടാണ് സഹോദരന്മാരെ, സഹോദരിമാരെ, മുമ്പ് കാലത്ത് വിശ്വാസ രംഗത്ത് ഏറ്റവും വലിയ പരീക്ഷണം അനുഭവിച്ച രണ്ട് മഹദിമാരുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ടൊരു മഹദിയാണ് ബഹുമാനപ്പെട്ട സയ്യിദത്തുനാ ബീവി ആസിയ റളിയല്ലാഹു അൻഹാ. വലിയ പരീക്ഷണമല്ലേ ആസിയ ബീവി റളിയല്ലാഹു അൻഹ ചെറുപ്പകാലത്ത് തന്നെ നേരിട്ടത്. യൗവനം പൂർത്തിയാകുന്നതിന്റെ മുമ്പ് ചുരുങ്ങിയ വയസ്സിൽ 10-22 വയസ്സാകുമ്പോഴേക്ക് ഫിർഔനിന്റെ കഠിനമായ പരീക്ഷണം ആസിയ ബീവി റളിയല്ലാഹു അൻഹ അനുഭവിച്ചു. ആ അനുഭവിക്കുമ്പോൾ ഫിർഔനിന്റെ കൊട്ടാര വേല ചെയ്യുന്ന ദാസ്യന്മാര് വന്നിട്ട് ആസിയ ബീവി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, വിശ്വാസം നിങ്ങളെ ഉള്ളിലല്ലേ, അത് ഉള്ളിലങ്ങ് വെച്ചോളൂ, പുറത്ത് നിങ്ങൾ ഫിർഔന് സമ്മതം മൂളിക്കോളൂ. ആസിയ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, അതിനെന്നെ കിട്ടൂല. ഉള്ളിൽ വിശ്വസിച്ച അതേ വിശ്വാസം തന്നെ ഞാൻ പുറത്തു ഉറക്കെ പറഞ്ഞു പ്രഖ്യാപിക്കുന്നു. കൊട്ടാര സമാനമായ ജീവിതം നയിച്ച വളരെ വലിയ സുന്ദരിയായ ആസിയ ബീവി റളിയല്ലാഹു അൻഹ നേരത്തെ തന്നെ ഫിർഔനിന്റെ കൊട്ടാരത്തിൽ ജീവിക്കാൻ താല്പര്യപ്പെടാത്ത മഹദിയാണ്. പക്ഷേ ഫിർഔനിന്റെ അനുയായികളിൽപ്പെട്ട ഒരാള് ആസിയ ബീവി റളിയല്ലാഹു അൻഹയെ ഒരു നോക്ക് കണ്ടപ്പോൾ ഫിർഔനോട് വന്നിട്ട് പറഞ്ഞു, നിങ്ങളിപ്പോൾ കൊണ്ടു നടക്കുന്ന ഭാര്യമാരെക്കാളും സൗന്ദര്യമുള്ളൊരു പെണ്ണ്
ഈ നാട്ടിലുണ്ട് മുസാഹിമിന്റെ പുത്രിയായ ആസിയ. ആ ആസിയ ബീവി റളിയല്ലാഹു അൻഹ നിങ്ങളിപ്പോൾ കൊണ്ട് നടക്കുന്ന ഭാര്യമാരെക്കാൾ അതീവ സൗന്ദര്യവതിയാണ്. അപ്പൊ ഫിർഔൻ അന്വേഷണത്തിന് വിട്ടു. ആസിയ ബീവിയെ കെട്ടിച്ചു തരണമെന്ന് പറഞ്ഞു. പക്ഷെ ആസിയ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഞാൻ ആരെ ഭർത്താവായിട്ട് വേണമെങ്കിലും സ്വീകരിക്കാം, ഈ ക്രൂരതയുള്ള മനസ്കന് എനിക്ക് വേണ്ട. എന്താണ് അന്ന് കാണുന്ന ക്രൂരത? പാവപ്പെട്ട ബനു ഇസ്രായേൽക്കാർ. ബനു ഇസ്രായേൽ എന്നതല്ല ഇസ്രായേൽ, അത് രണ്ടും രണ്ടാണ്. ബനു ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ നബിയുല്ലാഹി യാക്കൂബ് അലൈഹിസ്സലാം. യാക്കൂബ് നബി അലൈഹിസ്സലാമിന് ഖുർആനിലൂടെ അള്ളാഹു വിശേഷിപ്പിച്ചൊരു പേരാണ് ഇസ്രായേൽ. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഇസ്ർ എന്ന് പറഞ്ഞാൽ അബ്ദ് എന്നാണ് അർത്ഥം. ഈൽ എന്ന് പറഞ്ഞാൽ അള്ളാഹ് എന്നതിന്റെ ഒരു ചുരുക്കമാണ്. അപ്പൊ അള്ളാഹുവിന്റെ അടിമ എന്ന അർത്ഥം വരുന്ന ഇസ്രായേൽ എന്ന് പേരുള്ള മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ പുത്രന്മാർ സന്തതികൾക്കാണ് ബനു ഇസ്രായേൽ എന്ന് പറയുന്നത്. ആ ബനു ഇസ്രായേൽ ശ്രേഷ്ഠ കുടുംബത്തിൽ പിറന്നവരും നടക്കുന്നവരുമാണ്. അവരെ കൊണ്ട് ഏറ്റവും താഴ്ന്ന പണിയെടുപ്പിച്ച് ശമ്പളം കൊടുക്കാതെ ഭക്ഷണം കൊടുക്കാതെ പീഡിപ്പിക്കുന്ന ഒരു ക്രൂരതയുള്ള സ്വഭാവം ഫിർഔന് അന്നുണ്ടായിരുന്നു. അതാണ് ആസിയ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞത്, ആരെ സ്വീകരിച്ചാലും ഫിർഔനുമായിട്ട് വിവാഹബന്ധം വേണ്ട. പക്ഷേ ഫിർഔൻ പറഞ്ഞു, കല്യാണം കഴിച്ച് തന്നിട്ടില്ലെങ്കിൽ കുടുംബത്തിലൊരെണ്ണത്തെയും ബാക്കി വെക്കൂല. അപ്പൊ ആസിയ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, എന്റെ കാരണം കൊണ്ട് കുടുംബത്തിലെ മുഴുവൻ ആളുകളും ജീവിതം നഷ്ടപ്പെട്ട് പീഡനങ്ങൾ അനുഭവിക്കേണ്ട ദാരുണമായ രംഗം വേണ്ടല്ലോ. ഞാനങ്ങ് സഹിച്ചാൽ ഞാൻ മാത്രം സഹിച്ചാൽ പോരെ, ഞാൻ സഹിച്ചാൽ അത് ഞാൻ മാത്രം ഒതുക്കി വെച്ച് സഹിച്ചാൽ പോരെ, ബാക്കിയുള്ളവർക്കൊക്കെ സ്വസ്ഥമായി ജീവിക്കാലോ എന്ന തീരുമാനം കൊണ്ട് അവസാന ഘട്ടത്തിൽ അങ്ങനെ സമ്മതിച്ചു. അങ്ങനെ നടന്ന ആ വിവാഹം ഫിർഔനിന്റെ ഭാര്യമാരിൽ ഏറ്റവും ചെറിയ പ്രായമുള്ള ഭാര്യയാണ് ആസിയ ബീവി റളിയല്ലാഹു അൻഹ. കൊട്ടാരത്തിൽ അവിടെ താമസിച്ചു. ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിനെ നന്നായി ശിക്ഷണം കൊടുത്ത് വളർത്തുന്നതിനിടയിലാണ് ആസിയ ബീവി റളിയല്ലാഹു അൻഹയുടെ പീഡനമുറകൾ കൊണ്ടുള്ള ജീവിതം തുടങ്ങുന്നത്. ഒരൊറ്റ വാക്ക് പുറത്ത് വെളിവായതല്ലേ അതിന്റെ കാരണം. ഞാൻ ആ ചരിത്രതലം വിശദീകരിക്കുകയല്ല. ആസിയ ബീവി റളിയല്ലാഹു അൻഹയെ ക്രൂരമായി മർദ്ദിക്കുന്നത് കണ്ടപ്പോൾ കൊട്ടാരത്തിലെ ചില ആളുകൾ വന്നിട്ട് രാജ്ഞിയോട് പറഞ്ഞു, പ്രിയപ്പെട്ട ആസിയ ബീവി, വിശ്വാസം ഒന്ന് മനസ്സിന്റെ ഉള്ളിൽ വെച്ച് പുറത്തൊന്ന് ഫിർഔന് സമ്മതം പറഞ്ഞുകൂടെ? ഫിർഔന് റബ്ബാണ്, ഇലാഹാണെന്നൊന്ന് സമ്മതിച്ചുകൂടെ? ആസിയ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, അതിന് എന്നെ കിട്ടൂല. കൊട്ടാര സമാനമായ ജീവിതം മുഴുവനും ഉപേക്ഷിച്ച് പ്രലോഭനത്തിനും പ്രകോപനത്തിനും വഴങ്ങാതെ റബ്ബി അല്ലാഹ്, എന്റെ റബ്ബ് അല്ലാഹുവാണേ, ഞാനതൊന്നും ആരോടും ഉറക്കെ പറയും, എനിക്ക് ആ വിഷയത്തിൽ ഒരു വിഷമവും ഇല്ല. ഫിർഔൻ ആദ്യം പറഞ്ഞു ആസിയ ബീവിയോട്, ആസിയ, ഇത്രയും കാലം നീ ജീവിച്ചത്, ആ ജീവിതത്തിന്റെ സുഖങ്ങളൊക്കെ നീ ഒന്ന് ആലോചിക്കണം, എന്നിട്ട് ഈ വാദത്തിൽ നിന്ന് പിന്മാറണം. ആസിയ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇല്ല, ഞാൻ ഈ വാദത്തിൽ നിന്ന് പിന്മാറാനില്ല, ഇതെന്റെ ഈമാനാണ്, വിശ്വാസമാണ്. പിന്നെയാണ് പ്രകോപനത്തിന്റെ ശൈലി തുടങ്ങിയത്. ആദ്യം ശിക്ഷ കൊടുത്തത് ആ ചെറുപ്പക്കാരിയായ ആസിയ ബീവി റളിയല്ലാഹു അൻഹയുടെ ശരീരത്തിൽ പതുക്കെ പതുക്കെ പഴുപ്പിച്ച ഇരുമ്പ് കൊണ്ട് ഇങ്ങനെ തൊട്ട് വേദനിപ്പിക്കാൻ തുടങ്ങി. പിന്നെ ആ ശരീരത്തിന്റെ ഭാഗങ്ങളിൽ പച്ചയായി ആണിമേടി. ആണികളെ കൊണ്ട് ശിക്ഷിക്കുന്ന ഫറോവ എന്ന് അല്ലാഹു പറഞ്ഞില്ലേ? ആണികളെ കൊണ്ട് വിവിധ രൂപത്തിലാണ് അവന്റെ ശിക്ഷ, എല്ലാവർക്കും ഒരേ രൂപത്തിലല്ല. ചിലരുടെ ശരീരത്തിൽ ആണിമേടിയിട്ട് രക്തച്ചാലുകൾ രക്തങ്ങൾ അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും, അങ്ങനെ അവനങ്ങ് മരണപ്പെടും. ചിലർക്കോ ആണികൾ പലകകളിലായി മേടിവെച്ചിട്ട് അവരെ ശരീരം ഒരു ഭാഗത്ത് ഇങ്ങനെ തറച്ചിടും.
ഇടക്കിടക്ക് ഈ ആണിമേടിയ ഭാഗത്ത് ഇങ്ങനെ ചെറിയ ചെറിയ സ്പ്രിങ് കൊടുക്കും, ഇഞ്ചക്ഷൻ കൊടുക്കും. വീണ്ടും വീണ്ടും വേദനകൾ അങ്ങനെ അനുഭവിപ്പിക്കാനാണ്. ചിലർക്കോ ശരീരത്തിൽ പച്ചയായി ആണി മേടിയിട്ട് ആ ആണികളിലൂടെ ചൂടായ ആണി കൊണ്ട് പഠിപ്പിക്കുന്ന രംഗമുണ്ടാക്കുന്നു. ഇങ്ങനെയൊക്കെ ശിക്ഷിക്കുന്ന ഗൗരവതരമായ ശിക്ഷകൾ തുടർന്നപ്പോഴും ആസിയാ ബീവി റളിയല്ലാഹു അൻഹ പിന്മാറിയില്ല. മഹദി കൂടുതൽ ശിക്ഷകൾ ഇങ്ങനെ കണ്ടുവരുമ്പോ അള്ളാഹുവോട് പറഞ്ഞു, റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന. അള്ളാഹുവേ, നിന്റെ അടുക്കൽ എനിക്ക് സ്വർഗത്തിൽ ഒരു മന്ദിരം നീ നിർമ്മിച്ചു തരണം. ഭൂമിയിൽ കൊട്ടാര സമാനമായ ജീവിതം നയിച്ച് വലിയ ഒരു രാജാവിനെ ഇണയായി കിട്ടിയിട്ടും നിന്നെ കൊണ്ടുള്ള വിശ്വാസം ബലി കഴിക്കാൻ ഒരു നിലക്കും ഞാൻ തുനിഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് നിന്റെ അടുക്കൽ ഒരു ഭവനം നിർമ്മിച്ചു തരണം. ചോദ്യം മുറികൂടുന്നതിന്റെ മുമ്പ് തന്നെ ഹാഫിദ് ഇബ്നു കസീറും ഇസ്മായിൽ ഹഖിൽ ബറൂസവി തങ്ങളും മറ്റുമൊക്കെ രേഖപ്പെടുത്തി, ചോദ്യം മുറികൂടുന്നതിന്റെ മുമ്പ് തന്നെ മഹദി ചിരിക്കാൻ തുടങ്ങി. അഥവാ അള്ളാഹു സംവിധാനിച്ച സ്വർഗലോകം അങ്ങ് കാണിച്ചു കൊടുത്തു. ഈ ശിക്ഷയുടെ കയ്പ് നീരുകൾ മുഴുവനും സ്വർഗീയാരാമം കണ്ടിട്ട് മഹദിയുടെ മനസ്സിന് കട്ടി കുറഞ്ഞുപോയി. ഈ ചിരിക്കുന്ന രംഗം കണ്ടപ്പോഴാണ് പാറക്കല്ല് ഏറ്റിക്കൊണ്ടുവരാൻ ഫിർഔൻ പറഞ്ഞത്. അതെ, ഈ പെണ്ണിന് തീരെ ഒരു സുഖമില്ലാന്നാ തോന്നുന്നത്, ഭ്രാന്തത്തിയാണെന്നാ തോന്നുന്നത്. ഗൗരവതരമായ ശിക്ഷ കിട്ടിയിട്ടും ചിരിക്കുകയാണല്ലോ. ചിരിക്കുന്നതിന്റെ കഥ ഫിർഔന് അറിയുന്നില്ല. സ്വർഗീയ ലോകത്തൊരു മന്ദിരം തരണമെന്ന് അള്ളാഹുവോട് ചോദിച്ചപ്പോഴേക്ക്, ചോദ്യം തീരുമ്പോഴേക്ക് റബ്ബ് തആല സ്വർഗീയ മന്ദിരം കാണിച്ചു കൊടുത്തു. അതിന്റെ സുഖ സൗകര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ശിക്ഷയൊന്നും അറിയാതെ മഹദി അങ്ങ് ചിരിച്ചു. പിന്നെ കേൾക്കുന്നത് പാറക്കല്ല് ഉരുട്ടിക്കൊണ്ടുവരാൻ പറയുന്നതാണ്. അപ്പോഴാണ് മഹദി അല്ലാഹുവോട് ദുആ ചെയ്യുന്നത്, വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. ഫിർഔനിൽ നിന്നും അവന്റെ ദുശ്ചെയ്തികളിൽ നിന്നും അക്രമാസക്തരായ സമൂഹത്തിൽ നിന്നും എന്നെ രക്ഷിക്കണേ അല്ലാഹ്. ആ ദുആ തീരുമ്പോഴേക്ക് മഹദിയുടെ ആത്മാവിനെ അല്ലാഹു ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ പാറക്കല്ല് എത്തിയിട്ടില്ല. പിന്നീട് പാറക്കല്ലവൻ കയറ്റി വെച്ചു ആ മൃതശരീരത്തിൽ. അതിന്റെ മുകളിൽ അവൻ കയറിയിരുന്നു. അതിനു മുമ്പ് തന്നെ മഹദിയുടെ ആത്മാവ് പറന്നുയർന്നിട്ടുണ്ട്. വിശ്വാസരംഗത്ത് കടുത്ത പരീക്ഷണം അനുഭവിച്ച ആസിയ ബീവി റളിയല്ലാഹു അൻഹക്ക് ഏറ്റവും വലിയ മംഗല്യം അല്ലാഹു നൽകുന്നത്, വിശ്വാസരംഗത്ത് പരീക്ഷണം ഏറ്റവും കൂടുതൽ അനുഭവിച്ച ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടാണല്ലോ. അത് രണ്ടും വിശ്വാസരംഗത്തുള്ള കമാലിയത്ത് കൊണ്ടാണ്. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, കമുല മിനർ റിജാലി കസീറുൻ, പുരുഷന്മാരിൽ നിന്ന് ഒരുപാട് ആളുകൾ കമാലിയത്ത് നേടിയിട്ടുണ്ട്, പരിപൂർണത പ്രാപിച്ചിട്ടുണ്ട്. സ്ത്രീകളിൽ നിന്ന് പരിപൂർണത നേടിയവർ ചുരുക്കം ചില ആളുകളെ ഉള്ളൂ. അതിൽപ്പെട്ടൊരു മഹദിയാണ് ഖദീജത്തു ബിൻതു ഖുവൈലിദ് റളിയല്ലാഹു അൻഹാ. അതിൽപ്പെട്ടൊരു മഹദിയാണ് മറിയമു ബിനത്തു ഇമ്രാൻ. ഇമ്രാൻ അലൈഹിസ്സലാമിന്റെ പുത്രിയായ മറിയം ബീവി റളിയല്ലാഹു അൻഹാ. അതിൽപ്പെട്ട മറ്റൊരു മഹദിയാണ് ആസിയത്തു ബിൻതു മുസാഹിം. മുസാഹിമിന്റെ പുത്രിയായ ആസിയ ബീവി റളിയല്ലാഹു അൻഹാ. അതിൽപ്പെട്ട മറ്റൊരു മഹദിയാണ് ഫാത്തിമത്തു ബിൻതു മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പുന്നാര മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹാ. വിശ്വാസരംഗത്ത് കമാലിയത്ത് പ്രാപിച്ച ആസിയ ബീവി റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്യുന്ന മംഗല്യത്തിൽ പങ്കെടുക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈമാനികമായ വിഷയത്തിലാണ് ആ ഒരു ചർച്ചയുള്ളത്. വലിയ പരീക്ഷണമാണ് ആസിയ ബീവി റളിയല്ലാഹു അൻഹ സഹിച്ചത് ചെറുപ്രായത്തിൽ തന്നെ. അപ്പൊ ആ പരീക്ഷണം അങ്ങനെ സഹിച്ചത് കൊണ്ടാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ വഫാത്തിന്റെ തൊട്ടു മുമ്പുള്ള രോഗത്തിൽ മഹദി ഇങ്ങനെ കിടക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു,
നിന്റെ സഹോദരിമാരായ എൻ്റെ ഇണകളെ സ്വർഗത്തിൽ കണ്ടാൽ അവർക്കൊരു സലാം പറയണം. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബിയെ, ഞാനല്ലാത്ത മറ്റൊരു ഭാര്യ തങ്ങൾക്കുണ്ടോ? ഇവിടെ ഞാൻ മാത്രമല്ലേ തങ്ങൾക്ക് ഭാര്യയുള്ളത്? അപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇവിടെ വെച്ചല്ല, നിങ്ങളടക്കം പങ്കെടുക്കുന്നൊരു മംഗല്യമുണ്ട്, സ്വർഗത്തിലാണ്. അവിടേക്ക് അല്ലാഹു എനിക്ക് 2 ഭാര്യമാരെ വെച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു ഭാര്യയാണ് ആസിയ ബിന്തു മുസാഹിം, ആസിയ റളിയല്ലാഹു അൻഹാ. അവരെ കണ്ടാൽ എൻ്റെ ഒരു സലാം പറയണേ. മറ്റൊന്നാണ് മറിയം ബിനത്തു ഇമ്രാൻ, മറിയം ബീവി റളിയല്ലാഹു അൻഹാ. വിശുദ്ധ ഖുർആനിൽ 7 സ്ഥലങ്ങളിലായി ആവർത്തിച്ച് പഠിപ്പിക്കപ്പെട്ട ചരിത്രമാണ് മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ ചരിത്രം. എന്തേ അങ്ങനെ പഠിപ്പിക്കാനുള്ള കാരണം? മറിയം ബീവി റളിയല്ലാഹു അൻഹ ഏറ്റവും വലിയ പരീക്ഷണം അനുഭവിച്ചത് അവിടുത്തെ ജീവിതത്തിന്റെ സംശുദ്ധി കാരണം അല്ലാഹു തആല നേരം പോക്കിന് വേണ്ടിയും നല്ല ഒരു സന്താനത്തെയും ഈസാ നബി അലൈഹിസ്സലാമിനെ കൊടുത്തപ്പോൾ മറിയം ബീവി റളിയല്ലാഹു അൻഹക്ക് നൽകിയ ആ സന്താനത്തിന്റെ പേരിൽ ഒരുപാട് പരീക്ഷണങ്ങളാണ് മഹദി സഹിച്ചത്. പക്ഷേ ഒറ്റക്ക് കഴിയുമ്പോഴും കൂട്ടത്തിൽ കഴിയുമ്പോഴും ചാരിത്ര ശുദ്ധി കാത്തു സൂക്ഷിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തിയ ബഹുമാനപ്പെട്ട മറിയം ബീവി റളിയല്ലാഹു അൻഹാ ശത്രുക്കളെ ഭാഗത്ത് നിന്ന് വലിയ ആക്ഷേപം ഉണ്ടായിട്ടും സഹിച്ച് ക്ഷമിച്ച് ജീവിച്ചു. അത്തരത്തിൽ ക്ഷമ പാലിച്ച ഒരു സഹോദരി മുൻഗാമികളിൽ വേറെ ഇല്ല. ബീവി റളിയല്ലാഹു അൻഹയോട് എന്തൊക്കെയാണ് ശത്രുക്കൾ പറഞ്ഞത്? യാ ഉഖ്ത ഹാറൂൻ മാ കാന അബൂകി ഇംറഅ സൗ വമാ കാനത് ഉമ്മുകി ബഗിയ. അതവർ പറഞ്ഞതിന്റെ ചെറിയ ചെറിയ സാമ്പിളുകളാണ്, അത്രയൊന്നുമല്ല. ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഡിക്ഷണറിയിൽ ഇല്ലാത്തതാണ് അതിൽ അധികവും. മറിയം ബീവി റളിയല്ലാഹു അൻഹയോട് ഇങ്ങനെയൊക്കെ അവർ വന്ന് പറഞ്ഞപ്പോഴും മഹദി എന്താണ് അതിനോട് പ്രതികരിച്ചത്? ഇന്നി നദർതു ലിർറഹ്മാനി സൗമാ ഫലൻ നുകല്ലിമൽ യൗമ ഇൻസിയാ. ഞാൻ അല്ലാഹുവിന് വേണ്ടി സൗമിനെ നേർച്ചയാക്കി. എന്താണ് ആ സൗമിന്റെ അർത്ഥം? ഫലൻ നുകല്ലിമൽ യൗമ ഇൻസിയാ. ഒരു മനുഷ്യനോടും പ്രതികരിക്കാൻ ഞാനില്ല, മറുപടി പറയാൻ ഞാനില്ല. നിങ്ങൾ എത്ര പറഞ്ഞാലും മറുപടി പറയാൻ ഞാനില്ല. അവസാനം അവർക്കൊരു മറുപടി മുഅ്ജിസത്ത് എന്ന അടിസ്ഥാനത്തിൽ കൊടുക്കണമെന്ന് തീരുമാനിച്ചിട്ടാണ് പ്രസവിച്ച അന്നത്തെ ദിവസത്തെ കുട്ടിയിലേക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് ആ കുട്ടിയോട് ചോദിച്ചോളൂ, നിന്റെ ഉപ്പ ആരാണ്, നിന്റെ ഉമ്മ ആരാണ്, നീ ജാര സന്താനമാണോ, നീ എങ്ങനെയാണ് ജനിച്ചത്, നിന്റെ ഐഡന്റിറ്റി ഏതാണ്? അവര് ചോദിക്കാൻ വിസമ്മതം പ്രകടിപ്പിച്ചപ്പോൾ മറുപടി എന്നോണം ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞില്ലേ, ഇന്നി അബ്ദുല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ പുത്രനല്ല, അല്ലാഹുവിന്റെ പൗത്രനുമല്ല, ഞാനൊരു ദൈവവുമല്ല, ദൈവത്തിന്റെ അവതാരവുമല്ല, സങ്കല്പവുമല്ല. ഇന്നി അബ്ദുല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്. ആതാനിയൽ കിതാബ വജഅലനീ നബിയ്യാ, അല്ലാഹു എനിക്ക് വേദഗ്രന്ഥം തന്നിട്ടുണ്ട്, എന്നെ നബിയാക്കി അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. വജഅലനീ മുബാറകൻ ഐനമാ കുന്തു, ഞാൻ എവിടെ ജീവിച്ചാലും അവിടെയൊക്കെ ബറക്കത്താണ്, ഞാൻ എവിടെ താമസിച്ചാലും അവിടെയൊക്കെ അഭിവൃദ്ധിയാണ്. എന്റെ ശരീരത്തിൽ അല്ലാഹു തആല അതിനു മാത്രം ബഹുമാനം വെച്ച് തന്നിട്ടുണ്ട്. വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യാ, ജീവിക്കുന്ന കാലത്തോളം നിസ്കരിക്കണമെന്ന് അല്ലാഹു എന്നോട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അതേ സകാത്ത് കൊടുക്കണമെന്നും വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. വബറം ബിവാലിദതി, എനിക്കൊരു മാതാവാണ് ഉള്ളത്, ആ മാതാവിന് ഗുണം ചെയ്ത് ജീവിക്കണമെന്നും അല്ലാഹു എന്നോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ മറുപടി അങ്ങ് കുനുകുനേന വന്നപ്പോൾ ശത്രു സമൂഹത്തിൽ ഒരു നല്ലൊരു ശതമാനം ആളുകൾ പിറകോട്ട് നിന്നു. അവര് പിന്നെ മറിയം ബീവി റളിയല്ലാഹു അൻഹയെ പരിഹസിക്കാനുണ്ടായില്ല.
പക്ഷെ എന്നാലും ഒരു വലിയ വിഭാഗം വീണ്ടും അതിന്റെ പിന്നാലെ കൂടിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം തൗറാത്തുമായി അവരെ സമീപത്തേക്ക് വരുന്ന സവിധത്തിലേക്ക് വരുന്ന ആ സന്ദർഭത്തിൽ വരെ സംശയാലുക്കൾ ഉണ്ടായിരുന്നു. മറിയം ബീവി റളിയല്ലാഹു അൻഹയെ ആക്ഷേപിക്കുന്നവരുണ്ടായിരുന്നു. എത്ര കാലം എത്ര ചൂടുള്ള ആക്ഷേപം അവർ കൊണ്ടുവന്നാലും അത്രത്തോളം ക്ഷമിച്ച് അത്രത്തോളം പതിവ്രതയിലും പരിശുദ്ധിയിലും ജീവിച്ചത് കൊണ്ട് ഏറ്റവും വലിയ പരിശുദ്ധിയുടെ നേതാവായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു മറിയം ബീവിയെ ഇണയാക്കി കൊടുത്തു. ഈ രണ്ട് വിഷയങ്ങളും വിശ്വാസികൾക്കൊരു ഉദാഹരണമായിട്ടല്ലേ അല്ലാഹു പഠിപ്പിച്ചത്. വല്ലറബല്ലാഹു മസലൽ ലില്ലദീന ആമനു ഇംറാത ഫിർഔൻ. വിശ്വാസികളെ, നിങ്ങൾക്ക് ഉദാഹരണമാണ് രണ്ട് സഹോദരിമാര്. ഒന്ന് ഭർത്താവുള്ള സഹോദരിയാണ്, മറ്റൊന്ന് ഭർത്താവില്ലാത്ത സഹോദരിയാണ്. മനുഷ്യന്മാര് മൊത്തത്തിൽ രണ്ട് വിഭാഗമാണ്, വിവാഹം ചെയ്തവർ, വിവാഹം ചെയ്യാത്തവർ. അതിനാണ് രണ്ട് സഹോദരിമാരെ പറഞ്ഞത്. വിവാഹം ചെയ്ത് കഴിയുന്നവർക്ക് ആസിയ ബീവി റളിയല്ലാഹു അൻഹ ഉദാഹരണമാണ്. വിവാഹം ചെയ്യാതെയോ വിവാഹത്തിൽ നിന്ന് മുക്തയായിട്ടോ ജീവിക്കുന്നവർക്ക് മറിയം ബീവി റളിയല്ലാഹു അൻഹയും ഉദാഹരണമാണ്. ഇത് സ്ത്രീകൾക്ക് മാത്രമുള്ള ഉദാഹരണമല്ല. ലറബല്ലാഹു മസലൽ ലില്ലദീന ആമനൂ. വിശ്വാസികൾക്ക് മൊത്തത്തിൽ അല്ലാഹു പഠിപ്പിച്ചൊരു ദൃഷ്ടാന്തമാണ്. അപ്പൊ ഈ മാനികമായ രംഗത്ത് ഏറ്റവും കൂടുതൽ ഖമാലിയത്ത് നേടിയ നേതാവാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾക്ക് അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ വിഷയം ഈമാൻ തന്നെയാണ്. ഈമാൻ ഇല്ലാതെ ജയിക്കാൻ പറ്റൂല. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു എന്ന് തീർച്ചപ്പെടുത്തി പറയുമ്പോ ശരിയായ വിജയം വേണോ? ഈമാന് കൂടിയേ പറ്റൂ. സുഹൃതങ്ങൾ ഉണ്ടായാലും മാത്രമൊന്നും ജയിക്കാൻ പറ്റൂല. അതുകൊണ്ടല്ലേ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചത്, മഹദിയുടെ അകന്ന കുടുംബത്തിൽപ്പെട്ട ഒരാളാണ്. ഇനി പേര് കേൾക്കുമ്പോ റളിയല്ലാഹു അൻഹു ചെല്ലണ്ട, ഞാൻ അഡ്വാൻസ് ആയിട്ട് തന്നെ പറഞ്ഞുതരാം. റളിയല്ലാഹു അൻഹു ചെല്ലാൻ പറ്റിയ ആളല്ല. ഇബ്നു ജദ്ആൻ, അബ്ദുല്ലാഹി ഇബ്നു ജദ്ആൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം നല്ല സംഭാവന ചെയ്യുന്ന ആളായിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു ജദ്ആന്റെ വീട്ടിൽ 2 ചെമ്പുണ്ടായിരുന്നു എന്നാണ് ഇമാം നബവി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയത്. ഇമാം മുസ്ലിം തങ്ങളുടെ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് 2 ചെമ്പ്, ആ ചെമ്പിലേക്ക് കോണി വെച്ച് കയറണം. അത്രയും വലിയ ചെമ്പാണ്. കോണി വെച്ച് കയറാപാത്രം വലുപ്പമുള്ള ചെമ്പിൽ നിറയെ ഭക്ഷണമുണ്ടാക്കി രാവിലെയും വൈകുന്നേരവും വരുന്ന ആളുകൾക്കൊക്കെ അതിൽ നിന്ന് ഭക്ഷണം കൊടുക്കും. കാശ് വാങ്ങിയിട്ടല്ല, സൗജന്യമായി വിതരണം ചെയ്യാൻ. ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ എത്ര വലിയ പുണ്യകർമ്മമാണ്. ഭക്ഷണം കൊടുക്കാത്തത് ഒരു വലിയ ആക്ഷേപമായിട്ട് നമ്മൾ ഇന്നും സൂറത്തുൽ കഹ്ഫിലൂടെ ഓതുന്നില്ലേ? ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമും ഖളിർ അലൈഹിസ്സലാമും ഒരു നാട്ടിലൂടെ ഇങ്ങനെ പോകുമ്പോ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, വിശന്നിട്ട് വയ്യ. ഖളിർ അലൈഹിസ്സലാം പറഞ്ഞു, വിശപ്പുണ്ട്, എന്തെങ്കിലുമൊക്കെ ഒരു പരിഹാരം ഉണ്ടാകും. അങ്ങനെ നേരെ കണ്ട ഒരു കുടുംബക്കാരോട് സ്വല്പം ഭക്ഷണം തരും. ഏതൊരു മനുഷ്യനും ചോദിച്ചാൽ കൊടുക്കേണ്ടതാണ് ഭക്ഷണം. അതിൽ മതത്തിന്റെ മേൽവിലാസമൊന്നുമില്ല. ഏതാണ്ട് മതമൊന്നും ചോദിക്കാൻ പാടില്ല. ഭക്ഷണം കുറച്ച് തരുമോ? ഭക്ഷണം കൊടുക്കണം. കാരണം ഭക്ഷണം എന്നത് മനുഷ്യന്റെ ധർമ്മമാണ്. ആർക്കും കൊടുക്കണം. ഏതാളായിക്കോട്ടെ, ഏത് നാട്ടുകാരനായിക്കോട്ടെ, ഏത് ദേശക്കാരനായിക്കോട്ടെ, ഭക്ഷണം മനുഷ്യന്റെ ധർമ്മമാണ്. അവർ ജീവി ഭക്ഷണം കിട്ടാതെ വരികയാണെങ്കിൽ ആ ജീവിക്ക് ഭക്ഷണം കൊടുക്കണം. ആരുടെ ജീവി ആയിക്കോട്ടെ, ഏത് നാട്ടിലെ ജീവി ആയിക്കോട്ടെ, ആ നോട്ടം അവിടെ ഇല്ല. കാരണം റിസ്ക് നൽകുന്നവൻ അല്ലാഹുവാണ്. ആ റിസ്ക് എല്ലാവർക്കും ഉള്ളതാണ്. അങ്ങനെയാണ്. അതുകൊണ്ടാണ് പഴയ കാലത്തെ ചില മഹാന്മാരൊക്കെ ഭക്ഷണം കഴിച്ച് ബാക്കിയുണ്ടെങ്കിൽ ആ ബാക്കി കൊടുത്തിട്ടേ ഭക്ഷണം കഴിച്ച ശേഷം അവർ വിശ്രമിക്കുള്ളൂ എന്ന് കാണാം ചരിത്രത്തിൽ. കാരണം എനിക്കിപ്പോ ഭക്ഷണം കിട്ടി, കിട്ടാത്തവരുണ്ടാകുമല്ലോ, അവർക്ക് എത്തിച്ചു കൊടുക്കട്ടെ എന്ന് കരുതി ഈ ഭക്ഷണമായിട്ട് പോവുകയാണ്. മൂസാ നബി അലൈഹിസ്സലാമും ഖളിർ അലൈഹിസ്സലാമും ഒരു കുടുംബത്തോട്, വലിയൊരു കുടുംബത്തോട് ഭക്ഷണം ചോദിച്ചു. അവര് സൽക്കരിക്കാൻ വിസമ്മതിച്ചു. ഈ ചരിത്രം ഖുർആനിലൂടെ ഇങ്ങനെ ഓതുമ്പോ
അന്നത്തെ കാലത്ത് ജീവിച്ചവരുടെ മക്കളുടെ മക്കളല്ലേ പിൽക്കാലത്ത് വരുന്നത്. ഖുർആനിൽ ഈ സംഭവം വിശദീകരിക്കുമ്പോ അന്നത്തെ കാലത്ത് ആൾക്കാരില്ലല്ലോ. ഇതെന്നാണ്? മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്താണ്. പിന്നീട് എത്രയോ ആയിരക്കണക്കിന് വർഷം കഴിഞ്ഞിട്ടല്ലേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത്. ഈസാ നബി അലൈഹിസ്സലാമിന്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടയിൽ തന്നെ 6 നൂറ്റാണ്ടുണ്ട് എന്നാണ്. ഈസാ നബി അലൈഹിസ്സലാമിനെ ഉയർത്തപ്പെട്ട ശേഷം 6 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നത്. അപ്പൊ അതിനു മുമ്പ് ജീവിച്ച നബിയാണ് മൂസാ നബി അലൈഹിസ്സലാം. പക്ഷെ ഈ സംഭവം അങ്ങനെ ഓതുന്ന സമയത്ത് ആ പ്രദേശത്തുള്ള അവരുടെ പേരമക്കളുടെ പേരമക്കളായി വന്നവർ അവർ നബിതങ്ങളെ വിശ്വസിച്ചവർ, അള്ളാഹുൽ വിശ്വസിച്ചവരാണ്. പക്ഷെ അവർക്ക് ഈ ചരിത്രം കേട്ടിട്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ട്. ബാപ്പമാര് ഭക്ഷണം കൊടുക്കാത്തതിന്റെ പേരിൽ നമ്മളാണല്ലോ കേൾക്കേണ്ടി വന്നത്. നമ്മളെ ഉപ്പാപ്പമാര് ഭക്ഷണം കൊടുക്കാത്ത ഒരു ആക്ഷേപം, ഒരു വിഷയം സൽക്കരിക്കാത്തത് ഇന്ന് നമ്മളല്ലേ കേൾക്കുന്നത്. അപ്പൊ ആ മക്കളെല്ലാവരും കൂടിയിട്ട് കുറച്ച് സ്വർണവും വെള്ളിയൊക്കെ പാരിതോഷികമായി എടുത്തിട്ട് ഇമാം റാസി റളിയല്ലാഹു അൻഹു ആ സംഭവം പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു നീട്ടുകയല്ല. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദറത്തിൽ വന്നു. വലിയൊരു വിഷമം അറിയിക്കാൻ വേണ്ടി വന്നതാ. എന്താ വിഷമം? സൂറത്തുൽ കഹ്ഫിൽ ഹത്താ ഇദാ അത്തയാ അഹ്ല ഖറിയത്തിൻ ഇസ്തത്അമാ അഹ്ലഹാ ഫഅബൂ അൻ യുദയ്യിഫുഹുമാ. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമും ഖളിർ അലൈഹിസ്സലാമും ഒരു പ്രദേശത്തുകൂടെ നടന്നു പോകുമ്പോ ഒരു കുടുംബക്കാരോട്, നാട്ടുകാരോട് ഭക്ഷണം ചോദിച്ചിട്ട് അവർ കൊടുത്തില്ല. സൽക്കരിക്കാൻ അവർ വിസമ്മതിച്ചു. അത് ഞങ്ങളെ ബാപ്പമാര് ചെയ്തൊരു തെറ്റാണ്. ഞങ്ങൾ ആർക്കും ഭക്ഷണം കൊടുക്കാൻ റെഡിയാണ്. അതുകൊണ്ട് നബിയെ ചെറിയൊരു ചേഞ്ച്, അബോ എന്നുള്ളതിന്റെ താഴെയുള്ള പുള്ളി ഒന്ന് മേലോട്ടിട്ട് ഒരു പുള്ളിയും കൂടി കൂട്ടിക്കൊടുക്കണം. അപ്പൊ അപ്പൊ എന്തായി അർത്ഥം? അവരെ സൽക്കരിക്കുന്ന ആളുകളുടെ അടുത്തേക്ക് അവരെത്തിനായി. അപ്പൊ സൽക്കരിച്ചു എന്നവരെ സൽക്കരിക്കാൻ വിസമ്മതിച്ചു എന്നല്ല. അബൗ എന്ന ബാഇന്റെ പുള്ളി നേരെ മേലോട്ടിട്ട് ഒരു പുള്ളി കൂടി കൊടുക്കുക. അപ്പൊ തായി എന്നായി. അവരെ സൽക്കരിക്കുന്ന ആളുകളിലേക്ക് ആ 2 മഹാന്മാരും എത്തിനായി. അങ്ങനെ ആയാൽ ഞങ്ങൾക്ക് വലിയൊരു സമാധാനമാണ്. എന്നും ഞങ്ങൾക്ക് സമാധാനമാണ്. മറ്റേത് ഞങ്ങളെ കുടുംബത്തെ പറ്റി എന്നും ഇങ്ങനെ പറയല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, മായകൂനു ലി അൻ ഉബദ്ദിലഹു മിൻ തിൽഖാഇ നഫ്സി. എന്റെ സ്വന്തം പോക്കറ്റിൽ നിന്നെടുത്ത് മാറ്റിമറിക്കാൻ പറ്റിയതല്ല ഖുർആൻ. അത് അള്ളാഹുവിന്റെ കലാമാണ്. വള്ളി പുള്ളിക്ക് മാറ്റാൻ പറ്റൂല. നിങ്ങളെ പാരിതോഷികളൊന്നും വേണ്ട, അത് കൊണ്ടുപോയിക്കോളൂ. മാറ്റാൻ പറ്റൂല, അത് അങ്ങനെ തന്നെ. അപ്പൊ ബാപ്പ ഉപ്പാപ്പമാര് ഭക്ഷണം കൊടുക്കാത്ത ആക്ഷേപം പിന്നെ പിൽക്കാലത്ത് മക്കളല്ലേ കേൾക്കുന്നത്. വിഷയത്തിന്റെ ഗൗരവമാണത്. ഭക്ഷണം കൊടുക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു പോരായ്മയാണ്. ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാലോ നല്ല ഒരു സ്വഭാവവുമാണ്. ഇബ്നു ജദ്ആൻ രക്ഷപ്പെടുമോ നബിയെ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ചോദ്യം. കാരണം രാവിലെ 1000 ആളുകൾക്ക്, വൈകുന്നേരം 1000 ആളുകൾക്ക് സ്വന്തം ധനത്തിന്റെ ഒരു ഭാഗത്തിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് എന്നും കൊടുക്കുന്ന മനുഷ്യനാണ്. വലിയ ധർമ്മിഷ്ഠനാണ്. രക്ഷപ്പെടുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രക്ഷപ്പെടൂല. لأنه لم يقل يوما رب اغفر لي خطيئتي يوم الدين. ഒരൊറ്റ ദിവസം പോലും പുനർജീവിത ദിവസത്തെക്കുറിച്ചൊരു വിശ്വാസരംഗത്തുള്ള വാക്ക് ഇബ്നു ജദ്ആൻ പറഞ്ഞിട്ടില്ല. റബ്ബിൽ വിശ്വാസമുണ്ട്, അല്ലാഹുവിലും അല്ലാഹുവിന്റെ അന്ത്യദിനത്തിലും ഇബ്നു ജദ്ആൻ വിശ്വാസമില്ല. പരിപാലകൻ എനിക്കുണ്ട്, ആ പരിപാലകനാണ് ഇതൊക്കെ തരുന്നത് എന്ന വിശ്വാസവുമുണ്ട്. പോരാ, അല്ലാഹുവിന്റെ ഏകത്വത്തിലുള്ള വിശ്വാസവും ആ റബ്ബ് തആല ഒരു ഖിയാമത്ത് നാൾ വെച്ചിട്ടുണ്ട്, പരലോകം വെച്ചിട്ടുണ്ട്. അതിലുള്ള അചഞ്ചലമായ വിശ്വാസവും വേണ്ടേ? അത് ഇബ്നു ജദ്ആൻ ഇല്ല. വിശ്വാസമുണ്ടെങ്കിലേ ജയിക്കാൻ പറ്റൂ. വിജയിക്കുന്ന മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മളെ പെടുത്തി തരട്ടെ. ഇതേ രൂപം തന്നെയാണ് വെള്ളിയാഴ്ച കേൾക്കുന്ന സൂറത്തുൽ അലയിൽ നിന്ന് സബ്ബിഹിസ്മ റബ്ബിക്കൽ അലയിൽ നമ്മൾ എന്നും കേൾക്കാറുണ്ട്. ഖദ് അഫ്ലഹ മൻ തസക്കാ വദക്കറ സ്മ റബ്ബിഹി ഫസല്ലാ. ഖദ് അഫ്ലഹ, നിശ്ചയം വിജയിച്ചു. മൻ തസക്ക, ഉള്ളു ശുദ്ധി വരുത്തിയവൻ, ഉള്ളിൽ നല്ല വിശ്വാസമുണ്ട്. വദക്കറ സ്മ റബ്ബിഹി, അതങ്ങ് പുറത്തേക്ക് പറഞ്ഞിട്ടുണ്ട്. ഉള്ളിൽ മാത്രം കിട്ടിയാ പോരാ, ഉള്ളിൽ മാത്രം തളം കെട്ടി നിന്നാ പോരാ. ആ ഈമാൻ അബൂ ത്വാലിബിനുണ്ട്.
നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ അനുഭവിക്കുന്ന ആള് അമ്മി അബൂ ത്വാലിബ്, എന്റെ ഉപ്പയുടെ ജ്യേഷ്ഠ സഹോദരനായ അബൂ ത്വാലിബാണെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ അബൂ ത്വാലിബിന് ആ ശിക്ഷ വരാനുള്ള കാരണം? അബൂ ത്വാലിബ് പിന്നീട് രക്ഷപ്പെടുന്നുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ലൗലാ കുന്തു അന ലകാന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ, ഞാനെങ്ങാനും ഇവിടെ ജീവിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ അബൂ ത്വാലിബ് നരകത്തിന്റെ അടിത്തട്ടിലാകുമായിരുന്നു. പക്ഷേ ലഅല്ലഹു തൻഫഉഹു ശഫാഅത്തി, എന്റെ ശുപാർശ അബൂ ത്വാലിബിന് ഉപകാരപ്പെടും. ശിക്ഷ കഴിഞ്ഞ ശേഷം അബൂ ത്വാലിബ് രക്ഷപ്പെടും. നജാത്തു അബീ ത്വാലിബ് എന്ന മേൽവിലാസത്തിൽ ഒരുപാട് കിതാബുകൾ മഹാന്മാർ രചിച്ചിട്ടുണ്ട്. ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾക്കും ഇബ്നു ഹജർ അൽ അസ്ഖലാനി തങ്ങൾക്കും ആ വിഷയത്തിൽ കിതാബുണ്ട്. അവർ ഈ വിഷയം അതിൽ സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട്. അബൂ ത്വാലിബ് അങ്ങനെ കിടക്കാനുള്ള കാരണം എന്താണെന്നറിയോ? ഈമാനിന്റെ വില മനസ്സിലാക്കണം. അബൂ ത്വാലിബ് ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒന്ന് പരക്കെ പരസ്യമായി പറയാൻ തയ്യാറായില്ല. ഉള്ളിൽ വിശ്വാസമൊക്കെ ഉണ്ട്. ഉള്ളിലുള്ള വിശ്വാസം ശരിയാണ് എന്നുള്ളത് സൂചിപ്പിക്കാൻ വ്യംഗ്യമായ ഭാഷയും ഉപയോഗിച്ചിട്ടുണ്ട്. അബൂ ത്വാലിബ് പറഞ്ഞതല്ലേ, വലഖദ് അലിംതു ബിഅന്ന ദീന മുഹമ്മദി മിൻ ഖൈരി അദിയാനിൽ ബരിയത്തി ദീനാ ലൗലൽ മലാമതു ഔ ഹിദാറു മസബ്ബതി ലവജത്തനി സംഹം ബിദാക മുബീനാ. വലഖദ് അലിംതു, ഞാൻ ഉറപ്പിക്കുന്നു, ഞാൻ ശരിക്കും ഉറപ്പിച്ച് വിശ്വസിക്കുന്നു, ബിഅന്ന ദീന മുഹമ്മദിൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്ന ദീൻ, മിൻ ഖൈരി അദിയാനിൽ ബരിയത്തി ദീനാ, സൃഷ്ടികൾ ഉൾക്കൊള്ളുന്ന മതങ്ങളിലെ ഏറ്റവും ഉത്കൃഷ്ടമായ മതമാണ്, അത്യുത്തമമായ മതമാണ്. അപ്പൊ ഒരു ചോദ്യം ഉണ്ടെന്ന്, അതങ്ങ് പറഞ്ഞൂടെ വ്യക്തമായിട്ട്, അതങ്ങ് പ്രഖ്യാപിച്ചൂടെ വ്യക്തമായിട്ട്? അതിന് അബൂ ത്വാലിബ് പറയുന്നത് ലൗലൽ മലാമതു ഔ ഹിദാറു മസബ്ബതി, ജനങ്ങളൊക്കെ ആക്ഷേപിക്കുമെന്നൊരു പേടി, എന്റെ കാരണോസ്ഥാനം പോകും എന്നൊരു പേടി, ഞാൻ ഖുറൈശികളെ കാരണവരല്ലേ, അവരെന്നെ പഴി പറയുമെന്നൊരു പേടിയില്ലെങ്കിൽ ലവജത്തനി സംഹം ബിദാക മുബീനാ, ഞാനത് വ്യക്തമായി തുറന്നു പറയുമായിരുന്നു. വഫാത്തിന്റെ തൊട്ടു മുമ്പും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചാരത്ത് വന്നിരുന്നിട്ട് അബൂ ത്വാലിബിനോട് പറഞ്ഞു, യാ അമ്മി യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, എന്റെ പൊന്നുപ്പയെ പോലെ എന്നെ സ്നേഹിച്ചു വളർത്തി 40 കൊല്ലം നീണ്ട സംരക്ഷണം എനിക്ക് നൽകിയ എന്റെ ഉപ്പാന്റെ സഹോദര, ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലൂ. കലിമത്തൻ നുഹാജ്ജു ലക ബിഹാ ഇൻദല്ലാഹ്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ ഞാൻ അല്ലാഹുവിന്റെ അടുക്കൽ നിങ്ങൾക്ക് വേണ്ടി തെളിവ് പറയും, ഞാൻ സാക്ഷി പറയും, ഞാൻ നിങ്ങളൊന്ന് ചൊല്ലൂ. ഇതിങ്ങനെ തങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പിൻവാതിലൂടെ കടന്നു വന്നു അബൂജഹലും കൂട്ടരും. അവർ കടന്നു വന്നപ്പോ ഈ സംസാരാണ് കേൾക്കുന്നത്. അബൂ ത്വാലിബിനോട് ചോദിച്ചു, ലാസ്റ്റ് ഘട്ടത്തിൽ നിങ്ങൾ കാലുവാരിയോ? നിങ്ങൾ നമ്മളെ ഒഴിവാക്കിയോ? നമ്മളെ പാരമ്പര്യത്തിൽ നിന്ന് നിങ്ങൾ മാറിയോ? അബൂ ത്വാലിബ് പറഞ്ഞു, ഞാൻ മാറിയിട്ടൊന്നുമില്ല. അതങ്ങ് തുറന്നു പറയാനുള്ളൊരു വിസമ്മതം. അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കണം, നമ്മൾ ചിന്തിക്കണം, ഈമാനിന്റെ വലുപ്പം എത്ര വലുതാണ്. ഉള്ളില് മാത്രം വിശ്വാസം പോരാ, നാവ് കൊണ്ടത് തുറന്നു പറയണമെന്നല്ലേ സൂറത്തുൽ അലയിലൂടെ അല്ലാഹു പഠിപ്പിച്ചത്. ഖദ് അഫ്ലഹ മൻ തസക്കാ ഐ തത്വഹറ ഖൽബഹു മിനശ് ശിർക്കി, ശിർക്കിൽ നിന്ന് ഖൽബിനെ വൃത്തിയാക്കി ശുദ്ധിയാക്കി. വദകറ സ്മ റബ്ബിഹി, റബ്ബിന്റെ നാമം പരക്കെ നാവ് കൊണ്ട് മൊഴിഞ്ഞു പറഞ്ഞു. രണ്ടും ഉള്ളവനെ ഖദ് അഫ്ലഹ, വിജയിക്കുകയുള്ളൂ. രണ്ടും കൂടി ഉണ്ടെങ്കിലേ ഈമാനായി ഗണിക്കുകയുള്ളൂ.
തീയിനാൽ സൃഷ്ടിക്കപ്പെട്ടൊരു പ്രത്യേകം തരം ചെരുപ്പ്. നമ്മളാരും ദുനിയാവിൽ ആ ചെരുപ്പ് കണ്ടിട്ടില്ല. ഒരു കുട്ടിയും ആ ചെരുപ്പ് ഇവിടെ കണ്ടിട്ടില്ല. നരകത്തിലൊരു പ്രത്യേക തരം ചെരുപ്പ്. ആ ചെരുപ്പ് ധരിപ്പിച്ചിട്ട് യഗ്ലീ മിൻഹുമാ ദിമാഗുഹു. ആ രണ്ട് ചെരുപ്പ് ധരിക്കുമ്പോഴേക്ക് തലച്ചോറ് തളച്ചു മറിഞ്ഞ് പൊന്തിപ്പോയി. ആ ശിക്ഷയാണല്ലോ അബൂ ത്വാലിബ് അനുഭവിക്കുന്നത്. അത് നരകത്തിലെ ചെറിയ ശിക്ഷ എന്ന് പറയുമ്പോ നരകത്തിന്റെ ഭയാനകത എത്ര വലുതാണ്. ഈമാൻ അല്ലാഹു നമുക്ക് സലാമത്താക്കി തരട്ടെ. ഈമാനിന് പരീക്ഷണങ്ങളില്ലാതെ സലാമത്ത് അല്ലാഹു നൽകുമാറാകട്ടെ. നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ ഭാഗ്യം കിട്ടാത്ത ഹതഭാഗ്യരാകരുത് നമ്മളാരും. അള്ളാഹുവിന്റെ ഹബീബിനെ ആഖിറത്തിൽ വെച്ചൊന്ന് കാണാൻ ഭാഗ്യമില്ലാത്ത ആളുകളുണ്ട്, ഒട്ടനവധി ആളുകളുണ്ട്. വേറൊരു വിഷയം വെച്ച് തന്നെ ദിനങ്ങളോളം സംസാരിക്കേണ്ടതാണ്. ഞാൻ ഒരു ഹദീസ് മാത്രം അവിടെ സൂചിപ്പിക്കട്ടെ സാന്ദർഭികമായിട്ട്. സലാസത്തുൻ ലം യറൗ വജ്ഹി യൗമൽ ഖിയാമ. 3 വിഭാഗം ആളുകൾ ഖിയാമത്ത് നാളിൽ എൻ്റെ മുഖം കാണൂല. 3 വിഭാഗം ആളുകൾ ഖിയാമത്ത് നാളിൽ എന്നെ കാണൂല. ഓ സഹോദരങ്ങളെ, വിശ്വാസികളല്ലാത്തവരെ പറ്റിയല്ല ഈ പറഞ്ഞത്. ഈ ഉമ്മത്തിൽ നബി തങ്ങളെ അംഗീകരിച്ചു കഴിയുന്ന 3 വിധം ആളുകൾ ഖിയാമത്ത് നാളിൽ എന്നെ കാണൂല. തങ്ങളെ കാണാൻ ഏറ്റവും കൊതിയോടെ നടക്കുന്നവർ അമ്പിയാക്കളല്ലേ, ഔലിയാക്കളല്ലേ, സ്വാലിഹീങ്ങളല്ലേ, ശുഹദാക്കളല്ലേ. അവിടുത്തെ ശഫാഅത്തുൽ ഉദുമക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാത്തൊരു നബിയും ലോകത്തില്ലല്ലോ. ആ ശഫാഅത്തിന് വേണ്ടി, സ്വീകാര്യതക്ക് വേണ്ടി ഉണർത്താത്ത ഒരൊറ്റ സ്വാലിഹായ മനുഷ്യനും ഇല്ലല്ലോ. ആ തിരുനബി തങ്ങളെ കാണാതിരിക്കുക എത്ര വലിയ ഹതഭാഗ്യമാണ്. തങ്ങൾ പറഞ്ഞു, ഒന്നാമതായി അത്താരിഖുലി സുന്നത്തി. എന്റെ സുന്നത്ത് കഴിക്കുന്നവൻ, എന്റെ സുന്നത്തിനെ പുച്ഛിച്ച് തള്ളുന്നവൻ എന്നെ കാണൂല. ഒരു സുന്നത്തിനെയും നിരാകരിക്കരുത്, ഒരു സുന്നത്തിനെയും അവജ്ഞയോടെ തള്ളരുത്, ഒരു സുന്നത്തിനെയും കഴിക്കുന്ന സ്വഭാവം ഉണ്ടാകരുത്. കഴിവിന്റെ പരമാവധി സുന്നത്തുകൾ സംഭരിക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ഹൃദ്യമായ രീതിയിൽ ഉമ്മമാരെ, സുന്നത്തുകളോട് നമുക്ക് വലിയ താല്പര്യം വേണം. എന്റെ സുന്നത്തിനെ കൈവച്ചവൻ എന്നെ കാണൂല. രണ്ടാം മാതാപിതാക്കളെ വെറുപ്പിച്ചവൻ എന്നെ കാണൂല. സ്വർഗം എന്ന് പറയുന്നത് എത്ര വലിയ വിജയികളുടെ കേദാരമാണ്. നിങ്ങൾ നോക്ക്, സ്വർഗവും നരകവും അല്ലാത്തൊരു സ്ഥലമില്ലേ അഅറാഫ് എന്ന് പറയുന്നത്. വബൈനഹുമാ ഹിജാബ് വഅലൽ അഅറാഫി റിജാലുൻ യഅരിഫൂന കുല്ലം ബിസീമാഹും. നരകത്തിന്റെയും സ്വർഗത്തിന്റെയും ഇടക്കൊരു ഹിജാബുണ്ട്. ഒരു വലിയ വൻമലയുണ്ട്, ഒരു മതിൽക്കെട്ടുണ്ട്, ഒരു മറയുണ്ട്. അവിടെ ഒരുപാട് കൂട്ടം ആളുകളുണ്ട്. വ്യത്യസ്ത അഭിപ്രായങ്ങൾ ആ ആളുകളെ പറ്റി വന്നിട്ടുണ്ട്. കൂട്ടത്തിൽ ഒന്ന് ഞാൻ ഇവിടെ സാന്ദർഭികമായി പറയട്ടെ. ശുഹദാക്കളാണ്. ഏത് ശുഹദാക്കൾ എന്നറിയോ? ബാപ്പാന്റെയോ ഉമ്മാന്റെയോ സമ്മതം കിട്ടാതെ പോയിട്ട് രണാങ്കണത്തിൽ ഷഹീദായവർ, അവർക്ക് സ്വർഗത്തിലെത്താനുള്ള പരിശുദ്ധിയില്ല. നരകത്തിലെവിടെ ഇടാനും പറ്റൂല. ശുഹദാക്കളല്ലേ. അപ്പൊ അവര് കുടുങ്ങിക്കഴിയുന്നത് അഅറാഫിലാണ്. ബാപ്പാന്റെ ഉമ്മാന്റെ സമ്മതത്തിന്റെ വില എത്രമാത്രം വലുതാണ്. അള്ളാന്റെ ദീനിന് വേണ്ടി ഷഹീദായ ശുഹദാക്കള്, രക്തസാക്ഷികള്, അവരെ രക്തം മണ്ണിലിറ്റുമ്പോഴേക്ക് സർവ്വദോഷങ്ങളും അല്ലാഹു പുറത്തു കൊടുത്തു. ആ രക്തത്തിന്റെ പാടുകളുമായി ആഖിറത്തിൽ അവർ വരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലൗനു ലൗനു ദമിൻ വരീഹുഹു റീഹുൽ മിസ്ക്.
ഇവിടെയുള്ള രക്തത്തിന്റെ കളർ തന്നെയാണ് അവരുടെ ശരീരത്തിലെ രക്തത്തിന്റെ കളറും, പക്ഷെ അതിന്റെ ഗന്ധം കസ്തൂരിയുടെ ഗന്ധമാണ്, ഇവിടെയുള്ള രക്തത്തിന്റെ ഗന്ധമല്ല. അങ്ങനെയുള്ള വിശുദ്ധിയൊക്കെയുള്ള ശുഹദാക്കളിൽ ബാപ്പാന്റെ ഉമ്മാന്റെ സമ്മതം കിട്ടാതെ പോയി ഷഹീദായി സ്വർഗത്തിലെത്താൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെത്തണമെങ്കിൽ എത്രമാത്രം വലിയ പരിശുദ്ധി വേണം. ഈമാനിന്റെ വലിയൊരു പരിക്കാണ് ഈ കർമ്മം കൊണ്ടുണ്ടായിത്തീരുന്നത്. ഈമാനിന് സാരമായൊരു പരിക്കാണ് ബാപ്പ ഉമ്മമാരെ വെറുപ്പിക്കുന്നത് കൊണ്ടുണ്ടായിത്തീരുന്നത്. ഹദീസ് ഞാൻ അങ്ങ് പൂരിപ്പിക്കട്ടെ. മൂന്നാമത്തെ കക്ഷിയാരാണ്? അതേ, എന്റെ സ്വലാത്തിനോട് വിസമ്മതം കാണിച്ചവനാണ്. ഉമ്മമാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ഒരൊറ്റ സ്വലാത്തിനെയും എതിർക്കണ്ട, ഒരൊറ്റ സ്വലാത്ത് മജ്ലിസും കയ്യൊഴിക്കണ്ട. സ്വലാത്ത് മജ്ലിസ് കൊണ്ട് ഏറ്റവും അധികം സന്തോഷിക്കുന്നത് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഇമാം തൊബറാനി തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം, വെള്ളിയാഴ്ച രാവിലും തിങ്കളാഴ്ച രാവിലും ഏറ്റവും അധികം സ്വലാത്ത് ചൊല്ലുന്നവരെ എഴുതി വെക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പേപ്പർ എടുക്കാറുണ്ട്. തൊബറാനി ഇമാം തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, കൂടുതൽ കൂടുതൽ സ്വലാത്ത് ചെല്ലുന്നവരെ മുൻഗണന നൽകി എഴുതി വെക്കുന്നു. ആ പേരുകളൊക്കെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂക്ഷിച്ചു വെക്കുകയാണ്. എന്തിനാണെന്നറിയോ? കൂടുതൽ സ്വലാത്ത് ചൊല്ലിയ ഒരു വ്യക്തിയും ഖിയാമത്ത് നാളിന്റെ ഭയാനകതയിൽപ്പെട്ട് വിഷമിച്ചുകൂടാ. എനിക്ക് കൂടുതൽ സ്വലാത്ത് ചൊല്ലിയ ഒരാളും അങ്ങനെ ഒരു വിഷമത്തിൽ അകപ്പെട്ടുകൂടാ. അവരവിടെ കണ്ടിട്ടൊരു സഹായം കൊടുക്കണം, അവർക്കൊരു വലിയ പ്രൊട്ടക്ഷൻ കൊടുക്കണം, അവർക്കൊരു കൈത്താങ്ങായി ഞാൻ വർത്തിക്കണം. സ്വലാത്തിനോട് വിസമ്മതം കാണിച്ചവൻ എന്നെ കാണൂല. ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ ഏറ്റവും വിഷമം പിടിച്ചൊരു സന്ദർഭം ഉണ്ടായില്ലേ? അതെപ്പോഴാന്നറിയോ? തറാവീഹിന് ഇടയിലുള്ള സ്വലാത്തിനെ ഒരാള് ചോദ്യം ചെയ്തപ്പോഴാണ്. ഇവിടൊക്കെ തറാവീഹിന് ഇടയിൽ സ്വലാത്തില്ലേ അല്ലേ? ഈ സ്വലാത്തിനെ ഒരാൾ ചോദ്യം ചെയ്തു. മർഖാദി തങ്ങൾക്ക് അന്ന് രാത്രി കിടന്നിട്ട് ഉറക്കം വന്നില്ല. മർഖാദി റളിയല്ലാഹുവിന്റെ ജീവിത ചരിത്രത്തിൽ കാണാം, ഉറക്കം വന്നില്ല, വല്ലാത്ത സങ്കടം. കാരണം സ്വലാത്തിനെ ഒരാൾ എതിർത്തു എന്നുള്ളത് കൊണ്ടുള്ള സങ്കടമാണ്. തറാവീഹിനിടയിൽ എന്തിനാണ് ഒരു സ്വലാത്ത് എന്ന് ചോദിച്ചു ഒരാൾ. തറാവീഹിനിടയിൽ എന്തിനാ ഒരു സ്വലാത്ത്? സ്വലാത്ത് വെറുതെ ഇങ്ങനെ റാഹത്തിരിക്കാൻ വേണ്ടിയുള്ള ഒരു നിസ്കാരമല്ലേ? തറാവീഹ് എന്ന് പറഞ്ഞാൽ ഒരുപാട് തർവിഹത്തുകൾ, ഒരുപാട് വിശ്രമങ്ങൾ വരുന്ന നിസ്കാരമാണ്. ആ വിശ്രമങ്ങൾ പല രൂപത്തിലാണ് സ്വഹാബത്ത് നിർവഹിച്ചത്. മക്കയിലെ സ്വഹാബത്ത് വിശ്രമം എന്ന രൂപത്തിൽ തവാഫ് ചെയ്തു എന്ന ഹദീസിൽ കാണുന്നത്. തറാവീഹിനിടയിൽ തവാഫ്. അപ്പൊ വിശ്രമം എന്ന് പറഞ്ഞാൽ കിടന്നുറങ്ങാന്നല്ല, എന്തെങ്കിലും സുഹൃതങ്ങൾ ചെയ്യാനാണ്. മദീനക്കാരായ സ്വഹാബിമാര് സ്പെഷ്യലായിട്ട് 2 റക്അത്ത് നിസ്കരിക്കാറുണ്ട്. അങ്ങനെ തറാവീഹിന്റെ 36 ആയിട്ട് റിപ്പോർട്ട് ചെയ്ത് അങ്ങനെയാണ്. അല്ല, തറാവീഹ് 20 തന്നെയാണ്, 36 ഒന്നുമില്ല. അങ്ങനെ അവർ ഈ വിശ്രമത്തിന്റെ ഇടയിൽ ഒരുപാട് ആരാധനകൾ ചെയ്യാറുണ്ട്. നമ്മളെ നാട്ടിൽ പതിവനുസരിച്ച് ദിക്റ് ചൊല്ലും, സ്വലാത്ത് ചൊല്ലും. ഈ സ്വലാത്തിനെ എതിർത്തപ്പോ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു എന്തെന്നില്ലാത്ത സങ്കടം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, സ്വലാത്തിനെ എതിർത്ത വ്യക്തി ഈമാൻ കിട്ടാതെയാണ് ആൾ മരണപ്പെട്ടു പോയത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മളെപ്പോഴും കരുതേണ്ട ഒരു വിഷയം. കാരണം ആ സ്വലാത്തിന്റെ ബഹുമാനം പഠിപ്പിച്ചത് അള്ളാഹുവല്ലേ. അള്ളാഹുവല്ലേ ആ സ്വലാത്തിന്റെ ബഹുമാനം എന്നേക്കുമായി പഠിപ്പിച്ചത്. അതുകൊണ്ട് സ്വലാത്തിനോട് വിസമ്മതം കാണിക്കുന്നവൻ അവൻ എന്നെ കാണൂല എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുമ്പോ നമ്മൾ കൂടുതൽ ഗൗരവത്തോടെ ചിന്തിക്കണം. മാതാപിതാക്കളെ വെറുപ്പിച്ചവൻ എന്നെ കാണൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുമ്പോ ബാപ്പാന്റെയും ഉമ്മാന്റെയും പൊരുത്തത്തിന് വേണ്ടി ഒരടിമയെപ്പോലെ അനുസരിക്കാനും ഒരു സ്വന്തം ശരീരത്തിന്റെ ഖൽബിനെ പോലെ അവരെ സ്നേഹിക്കാനും അവർക്ക് ഒത്താശ ചെയ്യാനും അവർക്ക് വേണ്ടിയുള്ള ഖിദ്മകളൊക്കെ ചെയ്യാനും
നാവിൽ നിന്നൊരു നിലക്കും മണം വിടാത്ത പ്രാർത്ഥന പ്രാർത്ഥിക്കാനും എന്നും കടപ്പെട്ടവരാണ് നമ്മൾ. ആ പ്രാർത്ഥന ഒരു കാലത്തും ഒഴിഞ്ഞു പോകാൻ പറ്റൂല, ആർക്കും അത് തിരിയാതിരിക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് അല്ലാഹു തആല തന്നെ പ്രാർത്ഥന പഠിപ്പിച്ചത്. ആർക്കും തിരിയാതെ പോകണ്ട. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറ. ഏത് ആണിനും ഏത് പെണ്ണിനും അതങ്ങ് പഠിക്കാൻ വേണ്ടി അല്ലാഹു തആല തന്നെ ഡയറക്റ്റായി പഠിപ്പിച്ച ദുആയാണ്. അപ്പൊ ആ ദുആഇന്റെ വലുപ്പം, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറ എന്നുള്ള ദുആഇനെ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു വിവക്ഷിച്ചത് ആ ദുആയിൽ ഒന്നും അടങ്ങാത്തതില്ല. എല്ലാം പെട്ടിട്ടുണ്ട്, എല്ലാ ബഹുമാനങ്ങളും ആ ദുആയിൽ പെട്ടിട്ടുണ്ട്, എല്ലാ വലിയ ചോദ്യവും ആ ദുആയിൽ പെട്ടിട്ടുണ്ട്, എല്ലാ കേണപേക്ഷയും ആ ദുആയിൽ പെട്ടിട്ടുണ്ട്, സ്വീകാര്യതയുടെ തലങ്ങളൊക്കെ ആ ദുആയിൽ യോജിച്ചിട്ടുണ്ട്, ആത്മാർത്ഥതയുടെ മുഴുവൻ അംശങ്ങളും ആ ദുആയിൽ ചാലിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥന നിർവഹിക്കുന്നതും വലിയൊരു കടമയാണ്, കടപ്പാടാണ്. അതേ രൂപത്തിൽ നമ്മൾ നിർവഹിച്ചുകൊണ്ട് ഈമാനിന് ഏറ്റവും പരീക്ഷണം നേരിടുന്ന പരലോകത്ത് ഈമാൻ സലാമത്തായി വിജയിക്കുന്നവരിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ.